അങ്ങനെ ഞങ്ങളും ടിക്കറ്റ് എടുത്തു. ബോട്ടിൽ കയറി യാത്ര തുടങ്ങി. കായൽ കാറ്റേറ്റ് തിരമാലകളെ വവഞ്ഞു മാറ്റി ബോട്ട് ആ കായലിന് നടുവിലുള്ള സ്പോട്ടിലേക്ക് എത്തുകയാണ്. വെൽക്കം ബാക്ക്. സാമ്പ്രാണിക്കുടി പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. കായലിന് നടുവിലെ ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് ബോട്ടെടുത്തു. ആ ബോട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ബോട്ടിലെ ആ ചേട്ടൻ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 3 ഭാഗങ്ങളാണുള്ളത്. ഈ സാമ്പ്രാണിക്കുടിയിലെ മെയിൻ സ്പോട്ടിലേക്ക് 3 സ്ഥലങ്ങളിൽ നിന്ന് ബോട്ടിലും വെള്ളത്തിലുമൊക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു കയറുന്ന സമയത്ത് ബോട്ട് 1ലാണ് പോകേണ്ടതെന്ന് പറയുന്നത്. കാരണം നമ്മൾ വന്നത് ബോട്ട് 1ൽ നിന്നാണ്. അല്ലാതെ നമ്മൾ മാറി കയറിക്കഴിഞ്ഞാൽ വേറെ സ്ഥലങ്ങളിലേക്കും കിടക്കും. അപ്പം നമ്മൾ വന്ന ബോട്ടിലായിരിക്കില്ല ചിലപ്പോൾ തിരിച്ചു പോകുന്നത്. അപ്പം അതുപോലെ ചേട്ടൻ വന്നാൽ 1 മണിക്കൂറോടെ നിങ്ങൾക്ക് പറഞ്ഞ സമയം. പക്ഷേ എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടിയൊക്കെ ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് കയറുന്നത് വലിയ പാടായി. അങ്ങനെ ചേട്ടൻ്റെ നിർദ്ദേശമൊക്കെ കേട്ടിട്ട് നമ്മൾ വിദൂരത്ത് കാണുന്ന ആ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ അവിടെ എത്തി ചെന്ന് ഇറങ്ങുമ്പം തന്നെ ചേട്ടൻ പറയുന്നത് ചെരുപ്പൊക്കെ വേണമെങ്കിൽ അവിടെ എവിടെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ആൾക്കാരുടെ കണ്ണിൽപ്പെടുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ മറ്റു വെള്ളക്കാരൊക്കെ തട്ടി വെള്ളത്തിൽ പോയാൽ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവൻ വെള്ളമൊക്കെ എടുത്ത് മണപ്പിച്ചൊക്കെ നമുക്കൊരു സ്മെല്ലുണ്ടെന്ന് വെള്ളത്തിന് നടുവിൽ ഇങ്ങനെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കച്ചവടം പൊടി പിടിക്കുന്നുണ്ട്. ദാഹം മാറ്റാം തണ്ണിമത്തിനും പൈനാപ്പിളും ഒക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങി കഴിക്കാനെല്ലാം പറ്റും. അതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു സ്പോട്ടിൽ ഇങ്ങനെ കച്ചവടക്കാരൊക്കെ ഉള്ളതൊരു രസമല്ലേ. അവരെന്തുമാത്രം ബുദ്ധിമുട്ടിയ വെള്ളത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ നിന്നിട്ടാണ് അവർ നമുക്കിങ്ങനെ ആഹാരധാനങ്ങൾ തരുന്നത്. അതിനുള്ള വലിയ വെക്കുള്ള വിലയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അവിടുത്തെ ഒരു മെയിൻ ഐറ്റം ഇതൊന്നുമല്ല. നല്ല ചൂട് കപ്പയും കല്ലുമ്മേക്കായും കായലിന് മധ്യരുന്ന് ആ മസാലയുടെ രുചി ആസ്വദിക്കുന്നതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. നിങ്ങളിവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കപ്പയും കല്ലുമ്മേക്കായും സാലഡും അച്ചാറും ഒക്കെയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത് അമ്മയ്ക്കും മാളുവിനൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭക്ഷണം അത് കഴിച്ച് നോക്കുമ്പോൾ ചെളിയിൽ നിന്നൊരാൾ ഞണ്ടിനെ പിടിക്കുക. അപ്പോൾ അത് കിട്ടുന്ന ചെളിയുടെ ഇടയിൽ നിന്ന് ഞണ്ടിനെ കണ്ടു. അപ്പം അതിൻ്റെ പുറകെ ഓടിയൊക്കെ പിടിച്ച് കളിക്കുവാൻ. അതിനുശേഷം അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടല്ലോ, പറ്റിയ സ്ഥലം കേട്ടോ. അവിടെ ഐ ലവ് സാമ്പ്രാണിക്കുടി എന്ന് പറഞ്ഞ സ്പോട്ടൊക്കെ അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. കുറച്ച് നേരമൊക്കെ നമ്മളെ വെള്ളത്തിലൊക്കെ നിന്ന് കളിച്ചിട്ട് വീണ്ടും അതും ആ ഞണ്ടിൻ്റെ പുറകെ തന്നെ അവൻ ആ ഞണ്ടിനെ പിടിച്ച് എടുക്കുന്നൊക്കെയുള്ള പരിപാടിയിൽ ഇങ്ങനെ നിന്ന് അവസാനം അവൻ എന്ത് ചെയ്ത് അവൻ്റെ തൊപ്പി ഊരിയിട്ട് ഞണ്ടിനെ പിടിക്കുന്ന പരിപാടിക്ക്. എന്തായാലും ഇനി അവൾ എന്നാൽ ശരിയാവില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെയുള്ള വള്ളമുണ്ട്. ആ വള്ളത്തിൽ കയറി നമുക്ക് 100 രൂപ കൊടുത്താൽ നമുക്ക് കണ്ടൽക്കാട്ടിലേക്ക് പോവാം. അപ്പോൾ ഇവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് ചെറിയൊരു വള്ളത്തിൽ കയറിയിട്ട് കണ്ടൽക്കാട് കാണാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ അടുത്ത ഭാഗത്തിൽ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. യാത്രകൾ തുടരുകയാണ്. ടാറ്റ ബൈ ബൈ.